എവൺ. അപ്പോൾ നമ്മുടെ ഓണം എക്സാമൊക്കെ തുടങ്ങിയല്ലേ, നമുക്ക് ഓണം എക്സാമിനെ കുറിച്ച് ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്താലോ. സോ ലെറ്റ്സ് ഗോ. ഓണം എക്സാം സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നൊരു സ്റ്റഡി പ്ലാൻ കാണിച്ചിട്ട് അതിന് സൺഡേ നമുക്ക് എന്താണ് ഹോളിഡേ ആണ്, മോർണിംഗ് കേട്ടോ. പിന്നെ മൺഡേ ടു സാറ്റർഡേ ഒരു 5 AM അല്ല, ഞാനൊരു 5:30 to ഒരു 6:40 ഒക്കെ വരെ നമ്മളെന്ത് ചെയ്യും, പഠിക്കുന്ന അവറാണ്. അതുപോലെ തന്നെ 7 PM to 9 PM. ഓക്കെ, 7 ഈ ഒരു ടൈമിൽ ഡെയിലി നമുക്ക് സ്കൂളിലെടുത്ത ആ ടൈം ടേബിൾ വൈസായിട്ട് ഡെയിലി സ്കൂൾ ടൈം ടേബിൾ വൈസായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നല്ല അപ്പോൾ ഡെയിലി എടുക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. പിന്നെ ഹോം വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്തെടുക്കും. ഇത് ഇപ്പോൾ നമ്മൾ 10 മണി ഒക്കെ പോകും കേട്ടോ. പിന്നെ ഇപ്പോൾ 7 to 9 ഇൻ കേസ് ഓഫ് ടുമോറോ എക്സാം ഉണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ പ്രൊമോഷൻസ് കൊടുക്കുക. മോഡൽ എക്സാമോ വീക്ക്ലി ടെസ്റ്റോ മന്ത്ലി ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സാമുള്ള സബ്ജക്റ്റ് നമ്മൾ കൂടുതൽ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള രാവിലത്തെ മോർണിംഗ് ടൈമിൽ എന്ത് ചെയ്യും, ആ ടൈം ടേബിൾ വൈസായിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെടുക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹോം വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അത് ഇപ്പോഴും ഈ നൈറ്റ് ടൈമും മോർണിംഗ് ടൈമും ആയിട്ട് നമ്മൾ ചെയ്ത് തീർക്കും. സോ ഈ ഒരു ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ഷുവർ തരികയാണ്, നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ, നല്ല സ്കോർ തന്നെ ഈ ഫസ്റ്റ് ടൈം എക്സാമിന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻലി നമ്മുടെ പ്രിപ്പറേഷൻസ്, മറ്റൊരാളുടെ പ്രിപ്പറേഷൻ, അവന് 10 ചാപ്റ്റർ പഠിച്ചല്ലോ, അവൾ 5 ചാപ്റ്റർ പഠിച്ചല്ലോ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യാതെ നമ്മൾ ഇന്നലത്തേക്കാൾ ബെറ്ററായിട്ട് ഇന്ന് പഠിച്ചു എന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടി പോവുക. പിന്നെ ഞാനൊന്നും പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാതെ ടേക്ക് യുവർ സ്റ്റാർ. പിന്നെ അതുപോലെ തന്നെ മോട്ടിവേറ്റ് ആയിട്ടിരിക്കുക, നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുക, വാട്ടറൊക്കെ നന്നായിട്ട് കുടിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ഹവറിൽ നമ്മൾ മാക്സിമം ഫോൺ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. So bye bye, all the best to you for